ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പിനേഷനും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസുകളും പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്തുകൊണ്ട് ആ പ്രോപ്പർട്ടീസും ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ്, അതായത് എക്സസൈസ് 5C എക്സസൈസ് 5C ആണ് നമ്മൾ നോക്കാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 12C4 പ്ലസ് 12C3 ഈസ് ഈക്വൽ ടു എന്താണ് ചോദ്യം. സോ നമ്മൾ ഒന്നില്ലെങ്കിൽ 12C4 എന്താണെന്ന് കണ്ടുപിടിക്കാം, പിന്നെ 12C3 എന്ന് കണ്ടുപിടിക്കാം. പക്ഷെ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവർ ആ പ്രോപ്പർട്ടീസൊക്കെ പഠിക്കുക. അവ കുറച്ചുകൂടി എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം. എന്താ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ NCR പ്ലസ് NCR മൈനസ് 1 ഈസ് ഈക്വൽ ടു N plus 1 CR. So that is equal to 13C4. So 13C4 എന്ന് പറഞ്ഞാൽ 13 factorial divided by 13 minus 4, that is equal to 9 factorial into 4 factorial. So 13 into 12 into 11 into 10 divided by into 9 factorial കട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് ഞാൻ അത് എഴുതാഞ്ഞ് 4 into 3 into 2 into 1. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 715 എന്നായിരിക്കും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ NPR is equal to 336, NCR is equal to 56. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് NPR is equal to NCR into RPR. RPR എന്ന് പറഞ്ഞാൽ R ഫാക്ടോറിയൽ എന്നാണ് അർത്ഥം. സോ RPR എന്ന് പറഞ്ഞാൽ R ഫാക്ടോറിയൽ. ഈ പ്രോപ്പർട്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ RPR, സോ NCR തന്നിട്ടുണ്ട്. NCR is equal to 56 into R ഫാക്ടോറിയൽ is equal to 336. സോ R factorial is equal to 336 divided by 56, that is equal to 6. So R factorial 6 ആണ്. നമുക്ക് നന്നാക്കണം ഓപ്ഷൻസുകൾ 3 ഓപ്ഷൻസുകൾ 3 2 8 3 7 4 ആണ്. അപ്പോൾ ഈ 2 3 4 ഇതാണ് R. സോ R ഫാക്ടോറിയൽ 6 ആണെങ്കിൽ R എത്രയാണെന്നാണ് പിടിക്കേണ്ടത്. 2 into 1 6 അല്ല, 4 into 3 into 2 6 അല്ല, ബട്ട് 3 into 2 6 ആണ്. സോ R ഈസ് ഈക്വൽ ടു 3. പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സോ 8 3 ആണ്. N ഈസ് ഈക്വൽ ടു 8, R ഈസ് ഈക്വൽ ടു 3. ഇനി തേർഡ് ക്വസ്റ്റ്യൻ 18CR ഈസ് ഈക്വൽ ടു 18CR പ്ലസ് 2, ദെൻ ഫൈൻഡ് R ആണ് ചോദ്യം. സോ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ പ്രോപ്പർട്ടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, പക്ഷേ പ്രോപ്പർട്ടി ഇതാണ്. ഇഫ് NCR ഈസ് ഈക്വൽ ടു NCQ, ദിസ് ഹാപ്പൻഡ് ഓൺലി, അതായത് N രണ്ട് ഈക്വൽ ടു എന്ന് പറയുന്നിടത്ത് രണ്ടും N ഈക്വൽ ആണ്, ബട്ട് R രണ്ടും വ്യത്യാസമുള്ളതാണെങ്കിൽ ഇങ്ങനെയുള്ള സമയത്ത് ഇത് ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ that means R plus Q is equal to N. R plus Q is equal to N. NCR is equal to NCQ എന്ന് പറയുകയാണെങ്കിൽ R plus Q is equal to N ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ R plus 2 is equal to 18. ഈ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ്. NCR is equal to NCQ only when R plus Q is equal to N. So R plus 2 is equal to 18. 2R plus 2 is equal to 18. 2R is equal to 16. R is equal to 8. Okay. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ മാത്രം കഴിഞ്ഞില്ല. R മാത്രം കണ്ടുപിടിച്ചാൽ പോരാ,
RC5 എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ ഞാൻ എന്താ പറഞ്ഞുള്ളൂ, പക്ഷേ ഇതോടെ ഉണ്ട് RC5 എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8C5. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 factorial divided by 8 minus 5, 3 factorial into 5 factorial. So that is equal to 3 cut ചെയ്ത് 2, so 8, 56. So answer C ആണ് റൈറ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ NCR minus 1 is equal to 56, NCR is equal to 28, NCR plus 1 is equal to 8. ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു കഴിഞ്ഞോണ്ടൊരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോമ്പിനേഷൻ പറയുന്ന സമയത്ത് വേറൊന്നുമില്ല, NCR ഡിവൈഡഡ് ബൈ NCR minus 1 is equal to N minus R plus 1 divided by R. സോ അങ്ങനെയാണെങ്കിൽ N minus R plus 1 divided by R is equal to 28 by 56. So that is equal to ഇത് രണ്ടും കൂടി ക്യാൻസൽ 1/2 ആവും. സോ 2N minus 2R plus 2 is equal to R. സോ 2R കൊണ്ടുപോവുകയാണെങ്കിൽ 2N plus 2 is equal to 3R. അപ്പോൾ ഇത് 1 ആയിട്ട് കണക്കൂട്ടാം. ഇനി നമുക്ക് ഒരു തോടി നോക്കാം. NCR divided by NCR plus 1 is equal to 7/2. കാരണം നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി അറിയാം, 7/2 ആണ്. NCR 28, NCR plus 1 8. സോ 28 divided by 8 is equal to 28നെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 7, 8നെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 2. സോ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 7/2. ഈ ക്വസ്റ്റിൽ നമുക്കിതുപോലെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഡെറിവേഷൻ കിട്ടുന്നത്. അതേമാതിരി തന്നെ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഈക്വൽ ടു ആയിട്ട് വരേണ്ടത് 7/2 ഈസ് ഈക്വൽ ടു R plus 1 ഡിവൈഡഡ് ബൈ N minus R. സോ അങ്ങനെയാകുമ്പോൾ 7N minus 7R is equal to 2R plus 2. സോ അത് അങ്ങോട്ട് മാറുന്ന സമയത്ത് 9R is equal to 7N minus 2. ദാറ്റ് അത് സെക്കൻഡായിട്ട് എടുക്കാം. സോ 2 minus 1. So that is equal to 9R is equal to 7N minus 2 minus 3Rനെ നമ്മൾ ഇൻറ്റു 3 ചെയ്തിട്ടുള്ള ഹോൾ ഇതാക്കുമ്പോൾ 9R is equal to 6N plus 6. സോ ഇത് രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവും. സോ 6N ദാറ്റ് ഈസ് ഈക്വൽ ടു N മൈനസ്, ഇത് സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നുണ്ട്, -2 minus 6 is equal to -8. സോ N is equal to 8. സോ N is equal to 8 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ NCR is equal to 28 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ N 8 ആണ്, NCR is equal to 28. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R is equal to 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും R 6 ആണെന്ന്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. 8 ഫ്രണ്ട്സ് ഉണ്ട്, അതിൽ മോർ ദാൻ വൺ ഓർ മോർ ഓഫ് ദം ഡിന്നറിന് ക്ഷണിക്കാൻ എത്ര വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാമെന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് 8 പേരിൽ ഓരോരുത്തരെ വെച്ച് വിളിക്കുകയാണ്, അതായത് 8 പേരായിട്ട് വിളിക്കുകയാണെങ്കിൽ, പിന്നെ 8 പേരിൽ 2 പേരെയാണ് വിളിക്കണമെങ്കിൽ 8 പേരിൽ
3 പേരെ വിളിക്കുക, 8 പേരിൽ 4 പേരെ വിളിക്കാം, 8 പേരിൽ 5 പേരെ വിളിക്കാം, 8 പേരിൽ 6 പേരിൽ വിളിക്കാം, 8 പേരിൽ 7 പേരെ വെച്ച് വിളിക്കാം, 7 പേരെ വിളിക്കാം, 8 പേരെയും വിളിക്കാം. സോ എല്ലാവരും കൂടി ആഡ് ചെയ്യണതാണ് ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം. സോ 8 + 28 + 56 + 70 + 56 + 28 + 8 + 1. So that is equal to 255 ways. 255 വേസിൽ നമുക്ക് എല്ലാവരും കൂടി വിളിക്കാം. സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 6th ക്വസ്റ്റിനിൽ ഒരാൾക്ക് 4 ഇലക്ട്രോണിക്സ് എന്ന് ഏതൊക്കെ വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ദിസ് ഈസ് സെയിം ക്വസ്റ്റ്യൻ ആസ് ബേസ് ഓഫ് 5th one. സോ 4C1 + 4C2, ഇറ്റ്സ് ലുക്ക് ലൈക്ക് പാട്ട് വരെയുണ്ടോ, 4C3 + 4C4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 6 + 4 + 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. സോ ആൻസർ ഈസ് എ. സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. 7th ക്വസ്റ്റ്യൻ. സെവൻത്ത് ക്വസ്റ്റ്യൻ ആണ്. NC10 ഈസ് ഈക്വൽ ടു NC14. സോ നമുക്ക് ആദ്യം N എന്താണെന്ന് കണ്ടുപിടിക്കാം. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് 10 + 14 ഈസ് ഈക്വൽ ടു R + R1. Sorry, R + R is equal to N. So that is equal to 24. So നമുക്കിതിൽ 24 ആണ് N കിട്ടി. ഇനിയിപ്പോൾ ഈ N വെച്ചിട്ടാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്. സോ 25C24 ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളൊരു പ്രോപ്പർട്ടി കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു, NC(n-1) ഈസ് ഈക്വൽ ടു N. സോ ഈ ക്വസ്റ്റനിൽ N 25, n-1 is equal to 24. So that is equal to 25. So answer is option B. അപ്പോൾ ഇനി അടുത്ത 8th ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 7 gents and 4 ladies, എ ഗ്രൂപ്പ് ഓഫ് 5, ഒരു ഗ്രൂപ്പ് ഉണ്ടാകണം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളതാണോ. അപ്പോൾ ഒരു ഗ്രൂപ്പ് 5 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകണം. അതിൽ ഒരു ലേഡിയെങ്കിലും വേണം ആ ഗ്രൂപ്പിൽ. അതിനർത്ഥം 5 പേരും ജെൻസ് എടുക്കാൻ പാടില്ല, 5 ജെൻസ് ഒന്നും എടുക്കാൻ പാടില്ല, 4 ജെൻസ് വരെയും പിന്നെ ഒരു ലേഡി, അങ്ങനെ ആവണം. സോ അങ്ങനെയാണെങ്കിൽ 7 പേരിൽ നിന്ന് 4 പേര്. ഇപ്പോൾ ഇത് ജെൻസിൻ്റെ കാര്യം, ഇത് ലേഡീസിൻ്റെ കാര്യം. പിന്നെ 4 പേരിൽ നിന്ന് ഒരാൾ വീതം. അതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു 4 ജെൻസ് ആണെങ്കിൽ ഇനിയിപ്പോൾ 3 ജെൻസും 2 ലേഡീസും പിന്നെ 4 ജെൻസും 2 ജെൻസും 3 ലേഡീസും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 ജെൻസ് 3 ലേഡീസ്, ഒരു ജെൻസ് 4 ലേഡീസും. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, 0 ആയിട്ട് എടുക്കാൻ പറ്റില്ല, 4 ലേഡീസേ ടോട്ടലുള്ളൂ. സോ അതുവരെ എടുത്തു. അപ്പോൾ 7C4 ഈസ് ഈക്വൽ ടു 35. അപ്പോൾ ഞാനത് ഡയറക്റ്റ് വാല്യൂസ് ആദ്യം തന്നെ എഴുതി വെച്ചു. 35 × 4 55. ഇത് ഇൻറ്റു ചെയ്യണം കേട്ടോ, എന്നാലേ അതിൻ്റെ എത്ര എണ്ണമെന്ന് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 35 × 4 55 × 6 21 × 4 7 × 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 140 210 84 7. സോ ടോട്ടൽ 441 വേസിൽ നമുക്ക് ആ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത 9th ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നല്ലേ. ഒന്നില്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 28C2R. അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 7 5 6 ആ വേസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് 9th വണ്ണിൻ്റെ ആൻസർ 7 എന്നായിരിക്കും കിട്ടുക. സോ ഞാനൊരു ചാലഞ്ച് ഇടുക. നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാം. എൻ്റെ കയ്യിൽ ഇതൊരു എളുപ്പവഴിയുണ്ട്, പക്ഷേ പലയിടത്തും അത് കണ്ടിട്ടില്ല.
സോ അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം, അതൊരു ട്രിക്കായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റുമോ? ഞാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പോയാലുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് HC2R ഈസ് ഈക്വൽ ടു 4011,600 ഡിവൈഡഡ് ബൈ 24C2R minus 4, that is equal to 1961256, that is equal to 20.45. This is equal to 225 divided by 11. ആണോ? 225 divided by 11, that is equal to 20.45. നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാൽക്കുലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ NCR ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ 6 ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 28C2R എന്നല്ലേ? അപ്പോൾ 7 into R അല്ല 7 into 2 14. So 14, that is equal to 6600. അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ട് നിങ്ങൾ കണ്ടുപിടിക്കാം. അല്ലാതെ വഴി എന്ന് പറയുമ്പോൾ കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ ഇനി നമുക്ക് 10th കിടക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കാം. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം, ടൈമൊന്നും ആവില്ല. നമ്മുടെ മൈൻഡിൽ കുറച്ച് കണക്ക് കൂട്ടണം. ഇപ്പോൾ 7 ഫസ്റ്റ് തന്നെ ഉത്തരം ശരിയായതുകൊണ്ട് അത് ഓക്കെ, ഇല്ലെങ്കിൽ 5ഉം 6ഉം ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി 10th ക്വസ്റ്റ്യൻ. 10th ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡയഗണൽസ് ഇൻ എ ഡെത്ത് സെക്കൻഡ് ഈസ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഫോർമുല ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് 1/2n ഇൻറ്റു n-3. സോ n എന്ന് പറഞ്ഞാൽ ഡയഗണലിൻ്റെ n എന്ന് പറഞ്ഞാൽ ഡെത്ത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10 സൈഡഡ് ആണ്. സോ 10/2 ഇൻറ്റു 10-3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 35. സോ 10th വണ്ണും കണ്ടുപിടിച്ചു. ഇനി 11th വൺ. അടുത്തത് 11th ക്വസ്റ്റ്യൻ. 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് ഷേക്ക് ചെയ്ത മാതിരിയുള്ള ക്വസ്റ്റ്യൻ. അതായത് ഒരാൾ ഇങ്ങോട്ട് ഹാൻഡ് ഷേക്കോ, അപ്പോൾ A B എന്ന് പറയുന്ന രണ്ടാൾ അങ്ങോട്ട് കൊടുത്താലും ഒന്നായിട്ടാണ് കൂട്ടുക. സോ നമ്മൾ 2C2 എന്ന് പറഞ്ഞിട്ട്, അതായത് എത്ര പേരുണ്ടോ അതിൻ്റെ C2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എത്ര പേരുണ്ട് എന്നുള്ള കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞില്ലേ. സോ അതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും. ഇപ്പോൾ ട്രയാങ്കിൾ ഫോം ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഇതിന് 2ന് പകരം നമ്മൾ ഉപയോഗിക്കുക 3 എന്നാണ്. സോ 12C3. ബട്ട് ഇതിലൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, 5 ആർ കോലീനിയർ. സോ ഈ 12C3 നിന്ന് 5C3 കുറയ്ക്കണം. അങ്ങനെ ആകുമ്പോൾ കിട്ടുന്ന വാല്യൂ 210 ആണ് 11th വണ്ണിൻ്റെ ആൻസർ. ഇനി 12th വൺ. 16 ഡോട്ട്സ് സ്ട്രെയിറ്റ് ലൈൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. 16 പോയിൻറ്റ്സിൽ നിന്ന് എത്ര ഇതുണ്ടാക്കാൻ പറ്റും, അത് സ്ട്രെയിറ്റ് ലൈനുകൾ ഉണ്ടാക്കാമെന്നാണ്. ഇറ്റ്സ് സെയിം ആസ് നമ്മൾ ഹാൻഡ് ഷേക്ക് പറയുന്ന മാതിരി 16C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 120. ഇനി 13th വൺ. അടുത്തത് 13th ക്വസ്റ്റ്യൻ. 5 കാൻഡിഡേറ്റ് ഉണ്ട്. അതിൽ ഒരാൾക്ക്, ഒരു വോട്ടർക്ക് 3 പേരെ എലക്ട് ചെയ്യാം. സോ എത്ര ആയിരിക്കും ടോട്ടൽ വോട്ടുകൾ വരിക എന്നാണ്. സോ 5C1 പ്ലസ് 5C2 പ്ലസ് 5C3 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. ചെയ്താൽ നമുക്ക് കിട്ടും 25. ഞാൻ ഡയറക്റ്റ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി 14th ക്വസ്റ്റ്യൻ. 14th ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ ക്വസ്റ്റ്യൻ അല്ല, പകരം നമ്മൾ 55 എന്നാണ് ചെയ്തായിരുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ 66 എന്നാണ് ചെയ്തത്. സോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനതിൽ ടൈം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 15th ക്വസ്റ്റ്യനും ഹാൻഡ് ഷേക്ക് രീതിയിലുള്ള ചോദ്യമാണ്. അതിലും നമ്മൾ അതേ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. 4C2 ഇൻറ്റു 3C2
2 ഇത് രണ്ടും കൂടെ എന്താ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാരലലോഗ്രാം ക്യാൻ ബി ഫോംഡ് ഫ്രം സെറ്റ് ഓഫ് 4 പാരലൽ ലൈൻസ് ആൻഡ് അനദർ 3 ലൈൻസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താലും സെയിം ആണ് വരിക, ഹാൻഡ് ഷേക്ക് മാതിരിയുള്ള ചോദ്യമാണ്. സോ 4c2 into 3c2 that is equal to 18. Okay, so 16th question. So 16th question, 12 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ നിന്ന് 3 ഗ്രൂപ്പ് ഈക്വൽ ആയിട്ടുള്ള 3 ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. സോ ഈക്വൽ ആയിട്ടുള്ള 3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 divided by 3 that is equal to 4 എന്ന്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 4 പേര് വീതം ഉണ്ടാവണം. സോ 12 പേരിൻ്റെ 12 പേര് ടോട്ടലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു 4 പേര് 12 പേരിൽ നിന്ന് ആദ്യം ഒരു 4 പേരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 12c4 ബേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പ്ലസ് ഇൻറ്റു പിന്നെ ആദ്യം 12 പേരിൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്തു. സോ 12 - 4 8, കാരണം ആദ്യം 4 പേര് സെലക്ട് ചെയ്തു, ബാക്കിയുള്ളത് 8 പേരേ ഉള്ളൂ. സോ 8c4 ഇൻറ്റു പിന്നെ 8 നിന്ന് 4 കുറച്ചാൽ 4c4 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഗ്രൂപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, കാരണം ഈ 4 പേര് ഇതിൽ ഇങ്ങനെ ഡിവൈഡ് ആവുമല്ലോ. സോ ഇതിൽ നിന്നും ചേഞ്ചുകൾ ഉണ്ടാവാം, ഈ ഗ്രൂപ്പുകളിൽ ചേഞ്ച് ഉണ്ടാവും. സോ ഈ 3 ഗ്രൂപ്പാണുള്ളത്. സോ 3 ഫാക്ടോറിയൽ. ഓക്കെ, ഈ ഗ്രൂപ്പുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഉണ്ടാവാം. ഇത് ഇങ്ങോട്ട് വരാം, ഇത് ഇങ്ങോട്ട് വരാം, ഇത് ഇങ്ങോട്ട് വരാം, ഇത് ഇങ്ങോട്ട് വരാം. സോ അങ്ങനെയൊക്കെ ചേഞ്ച് ഉണ്ടാവും. സോ 3 ഫാക്ടോറിയൽ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 495 into 70 into 1 divided by 6. That is equal to 5775. ഓക്കെ, 16th വൺ ഇതാണ്. ഇനി 17th ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 15 മാംഗോകളുണ്ട്, അത് 3 സ്റ്റുഡൻസ്. ക്വസ്റ്റ്യൻ വായിക്കാം. ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 15 mangoes ക്യാൻ ബി ഈക്വലി ഡിവൈഡഡ് among 3 സ്റ്റുഡൻസ്. 3 സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ഇത് 50 മാംഗോസ് ഈക്വലി ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അത് ഏതൊക്കെ വേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. സോ ഈ ഓപ്ഷൻസ് നോക്കിയാൽ 15 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5^4 അങ്ങനെയൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് മനസ്സിലാക്കാം 15. അല്ലെങ്കിൽ ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് കണക്കൂട്ടുക. 15 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5^3. 3 സ്റ്റുഡൻസിൻ്റെയാണ്. സോ ദാറ്റ്സ് വൈ 3 ചെയ്യുക. മറ്റേ 4ഉം 2 ആണ് തന്നേക്കണേ, ആ ഓപ്ഷൻസ് അല്ല, നമുക്ക് സിമ്പിളി ആയിട്ട് കണ്ടുപിടിക്കാം. സോ ഇതും ഫാക്ടോറിയൽ ആണ് കേട്ടോ, 5³ ഫാക്ടോറിയൽ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ അടുത്തേക്ക് പോകണില്ല കാരണം ഓപ്ഷൻസ് ഇത്രയല്ലല്ലോ, പിന്നെ ഇത് വലിയ സംഖ്യയാണ് 15 into 14 into എന്നൊക്കെ പോകും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 18th question. 8 points are marked on a circumference of a circle. The number of chords obtained from joining these in a pairs. It's similar as handshake question. കാരണം അങ്ങോട്ട് വരയ്ക്കണം ഇങ്ങോട്ട് വരയ്ക്കണം കോഡുകൾ ഒരുമിച്ച് ഒരേപോലെ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വിളിക്കുന്ന കോൺഫറൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന കോഡും ഒന്നാണ്. സോ അങ്ങനെയുള്ള ബേസിസ്, അതായത് ഹാൻഡ് ഷേക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A to B എത്ര പേരുണ്ട് വെച്ചാൽ അതിൻ്റെ അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് കൊടുക്കുന്ന ഒന്നായിട്ട് കണക്കൂട്ടുക. ആ രീതിയാണ് ഹാൻഡ് ഷേക്ക് വയ്ക്കുക. അതുപോലെ തന്നെയാണ് ഇതും. സോ 8c2 ദാറ്റ് ഈസ് ഈക്വൽ ടു 28. ഓപ്ഷൻ സി. 19th question. 19th question എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ലേഡീസും 7 ജെൻസും ഉണ്ട് ടോട്ടൽ. സോ അതിൽ നിന്നാണ് 3 ലേഡീസും 4 ജെൻസും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ഇതായിട്ട് പറഞ്ഞേക്കണത് മിസ്സിസ് എച്ച് റെഫ്യൂസ് ഇൻ വിച്ച് മിസ്റ്റർ വൈ ഈസ് എ മെമ്പർ. മിസ്റ്റർ വൈ എന്ന് പറയുന്നത് ആള്, മിസ്സിസ് എച്ച് എന്ന് പറയുന്ന ഒരാള്, മിസ്സിസ് എച്ച് റെഫ്യൂസ് ചെയ്യാണ്, ഗ്രൂപ്പിലുണ്ടാവില്ല, മിസ്റ്റർ വൈ ഉള്ള ഗ്രൂപ്പിലൊന്നും ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാണ്. സോ എത്ര വേസിലാണ് നമുക്ക് ആ ഒരു കമ്മിറ്റീനെ ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഈ റെഫ്യൂസ് ഇത് നോക്കാതെ ടോട്ടൽ എത്ര വയസ്സിന് നമുക്ക് നോക്കാം ആസ് എ ഹോൾ. സോ 7 ജെൻസ്, 7c4, 7 ജെൻസിൽ നിന്ന് 4 ജെൻസിനെ എടുത്തു, 7c4 ബേസിൽ നമുക്ക് എടുക്കാം. ഇൻറ്റു 8 ലേഡീസ് ടോട്ടലുണ്ട്, അതിൽ നിന്ന് 3 പേരെ എടുക്കാം. സോ 8c3
So that is equal to 35 into 56. That is equal to 1960. So ഇതാണ് ഇനി അടുത്തത് വെൻ കം ടുഗദർ, അതായത് ഇതിൽ ഹോൾ കണ്ടുപിടിച്ചു ടോട്ടൽ എത്ര പൈസയാണ്. ഇനിയിപ്പോൾ ടുഗദർ ആയിട്ട്, അതായത് അവർ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാവുന്ന ഗ്രൂപ്പുകൾ എത്ര എണ്ണം നോക്കാം നമുക്ക്. അതായത് അപ്പോൾ 7 വരെ 6 എടുക്കുക, കാരണം അവരെ രണ്ടുപേരും ഒന്നാക്കി കൂട്ടുക. സോ അപ്പോൾ ടോട്ടൽ 6 സി. അപ്പോൾ രണ്ടുപേരും അതിലുണ്ട്, അപ്പോൾ ബാക്കിയുള്ള 3 പേരെ സെലക്ട് ചെയ്താൽ മതി. 6C3 ടുഗദർ ആണെങ്കിൽ ഇൻറ്റു 7 ഗ്രൂപ്പിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 into 21, ദാറ്റ് ഈസ് ഈക്വൽ ടു 420. വെൻ കം ടുഗദർ, സോറി, അപ്പോൾ ഇനി ഇത് ടുഗദറും കണ്ടുപിടിച്ചു ഹോളും കണ്ടുപിടിച്ചു. സോ ടുഗദർ അല്ലാതെ വരുന്ന എത്ര ഗ്രൂപ്പുകളാണെന്ന് നോക്കണമെങ്കിൽ ഇതിന്ന് രണ്ടിന്നും കുറച്ചാൽ മതി. സോ 1960 മൈനസ് 420, ദാറ്റ് ഈസ് ഈക്വൽ ടു 1540. അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ഡി ആണ് അപ്പോൾ റൈറ്റ് ആൻസർ. ഇനി അടുത്തത് 20th question. 20th question, 500C92 is equal to 499C92 plus NC91. അപ്പോൾ ഇതിൽ n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ട്, n+1 CR ഈസ് ഈക്വൽ ടു NCR പ്ലസ് NCR മൈനസ് 1. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ NCR 499C92 ആണെന്ന് എടുക്കണമെങ്കിൽ, അപ്പോൾ ഇത് പ്ലസ് R-1 ശരിയാണല്ലോ, 9-1 ഈസ് ഈക്വൽ ടു n+1 500 ഡിവൈഡഡ് ബൈ R2. അപ്പോൾ ഇതും കറക്റ്റാണ്. അപ്പോൾ ഇനി ഇതിലത്തെ ഒരു n ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയൊക്കെ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോൾ ഇത് ഈക്വൽ ടു 500C92 ആവണമെങ്കിൽ ഇവിടെ n 499 ആയാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി പ്രകാരം അങ്ങനെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം, പക്ഷേ ചെയ്ത് നോക്കാമെന്ന നമ്മൾ വട്ടം കിടന്നു. കാരണം 500 മൈനസ് 92 എന്ന് പറയുന്ന വാല്യൂ ഇൻഡ്യൂ ചെയ്ത് കാൽക്കുലേറ്ററിൽ കടന്നു. സോ ദാറ്റ്സ് ബെറ്റർ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഇതാണ്. സോ 499 ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്തത് 21st question. നമുക്ക് ഇങ്ങനെ കാണും. അതായത് 9 അംഗമുള്ള ഒരു 9 ജഡ്ജസ് ഉണ്ട്. ടോട്ടൽ 9 ജഡ്ജസിൽ 6 പേര് വോട്ടിംഗ് ഫോർ ലോ, അതായത് ലോവർ കോർട്ടിലേക്കാണ്, ആൻഡ് 3 അഗെയിൻസ്റ്റ്, അതായത് 3 പേര് അതിനെതിരെ. സോ എത്ര രീതിയിലാണ് നമുക്കിത് ലോവേഴ്സിൻ്റെ ഇതിലേക്കാണ് നോക്കുക, അത് ലോവേഴ്സിനെ ആയിട്ട് ഇത് ചെയ്യണമെന്നാണ് ചോദ്യം. സോ അങ്ങനെയാണെങ്കിൽ 9 പേരും സപ്പോർട്ടാണത്. 9C8+. സോ ടോട്ടൽ 9C9 plus 9A8 plus 9C7 plus 9C5 plus 9C6. So that is equal to 256 ways. So ഇനി 22nd one, അത് എളുപ്പമാണ്. അതായത് 5 ബൾബുണ്ട്, അതിൽ 2 ബൾബ് പോയിൻറ്റ്സ് ഉണ്ട്, 2 പോയിൻ്റുകളുണ്ട്, 5 ബൾബുണ്ട്, അതിൽ 3 ആർ ഡിഫക്റ്റീവ്. സോ നമുക്ക് ഈ 5 ബൾബിനെ 5 ബൾബ് നല്ലതാണെന്ന് ആദ്യം കരുതാം. അപ്പോൾ 5 ബൾബ് ആർ ഗുഡ്. സോ നമുക്ക് ഈ 2 പോയിന്റിൽ ഏതൊക്കെ രീതിയിൽ എടുക്കാൻ പറ്റുന്നു. അപ്പോൾ 5C2 ഗുഡ് ആണെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഇതിൽ 3 ആർ ഡിഫക്റ്റീവ് എന്നാണ് ചോദ്യം. സോ ഈ 3 ഡിഫക്റ്റീവ് വേസ് ഏതൊക്കെ രീതിയിൽ ഈ 2 പോയിൻറ്റ്സിൽ സ്യൂട്ട് ചെയ്യാൻ നോക്കാം. സോ 3 ഡിഫക്റ്റീവുകൾ ഇത് നല്ലതല്ല, 3 ഡിഫക്റ്റീവുകൾ ഏതൊക്കെ ബേസിൽ എടുക്കാൻ നോക്കാം. 3C2. സോ ഹോളായിട്ട് 5C2 മൈനസ് 3C2 ചെയ്ത് കഴിഞ്ഞാൽ ആ റൂം കത്താനുള്ള രീതികൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 5C2 ഈസ് ഈക്വൽ ടു 10 മൈനസ് 3
So that is equal to 7. So answer is D. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യു ക്യാൻ ലൈക്ക്, പിന്നെ ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള രീതിയിൽ നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. സോ ഹാവ് എ നൈസ് ഡേ ഫ്രണ്ട്സ്.